ഹായ്. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ Q&A ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു വ്ളോഗ്സ് ഇഷ്ടമാണ്, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ, പിന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് വീഡിയോസൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം എങ്ങനെ എടുക്കാൻ പറ്റും, എത്രമാത്രം എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ റിലയൻസിലേക്കാണ് പോകാറുള്ളത്. ആ സ്മാർട്ട് ബസാറിൽ പോയിട്ടാണ് ഞാൻ സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും തൃശ്ശൂർക്ക് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ പാരു ഉണ്ട്. പാരു ഇല്ലാണ്ട് ഞാൻ തന്നെ പോകണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എൻ്റെ എന്താ പറയുക, മെയിനായിട്ട് എനിക്ക് തന്നെ പോയി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ചാണ് മേടിച്ചിട്ട് കൊണ്ടുവരാറുള്ളത്. കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാസം കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. മൂപ്പര് സ്ഥിരം ക്ലീഷ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ വൈകാണ്ട് വന്നോളൂ, വേഗം വന്നോളൂ, ഇരുട്ടാവുമ്പോഴേക്കും വന്നോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പം ഈ ഡയലോഗ് പറയില്ലല്ലോ. വീഡിയോ എടുക്കണ്ടോ വരൂ. പറഞ്ഞോ. പോയിട്ട് വരാട്ടാ. അതെ, മണ്ണുമന്തി വന്നു. നമ്മളങ്ങനെ പോയി വടക്കേച്ചിറ ബസ് ഹബ്. ഇത് നമ്മുടെ വടക്കേ സ്റ്റാൻഡ്, തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലെത്തി. ഇവിടെയുള്ള റിലയൻസ് ബസാറിലേക്കാണ് പോകുന്നത് നമ്മൾ. ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ മുന്നേ പോയിട്ടുണ്ട്. മുന്നേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കുറേ നാൾ മുന്നേ കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ ഒരു ഇതുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയറി കുറച്ചൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഏതെടുത്താലും 99 രൂപ. നൈസ്. ഇതിൽ ഏതെടുക്കണം എന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ. ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓഫറുള്ളതൊക്കെ ആദ്യം എടുക്കും, അതിന് ശേഷമാണ് ബാക്കി നോക്കുള്ളൂ കേട്ടോ. ഇത് കുറേ നാളെ ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് എടുത്തിട്ട് എന്തായാലും അതിൻ്റെ ഇടയിൽ പാരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോയി. എപ്പോഴും പാരു എനിക്ക് വേണ്ടി പാരു സെലക്ട് ചെയ്ത് തരും. ഞാനിങ്ങനെ വെറുതെ മുതലാളി കളിച്ചുകൂടി ഇരിക്കും. സാധനങ്ങളൊക്കെ ഇങ്ങനെ ലൂസായിട്ടാണ് വാങ്ങാറുള്ളത്. പരിപ്പും പയറും പഞ്ചസാരയും ഒക്കെ 1 കിലോ ആയിട്ടാണ് വാങ്ങാറുള്ളത്. ഷമാം, വൃത്തിയായിട്ടൊരു സാധനം. സെക്ഷനിൽ നിന്നൊന്നും ഒന്നും വാങ്ങാറില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, വേറെ അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ നിറച്ച്. അതായത് നമ്മൾ ഇരിങ്ങാലക്കുടയാണല്ലോ പോവാറ്. അപ്പോൾ ഇവിടെ സെക്ഷൻ വേറെ സെക്ഷനായിട്ടാണ്. ഇതൊന്നും വാങ്ങാറില്ല. പാരു കൂണുണ്ട്. പാരു അമ്മ കുറേ നാളായി പറയണ കൂൺ വാങ്ങാൻ. 21 2 ദിവസം കൂടെ ഉള്ളു. ഏതാ അവക്കാഡോ അല്ലേ? മല്ലിയല്ലേ? എന്ത് മല്ലിയലാണ്? അപ്പം ഇതോ വെളുത്തുള്ളി. ഇവിടെ നിന്ന് ഞങ്ങൾ പച്ചക്കറി അധികം വാങ്ങാറില്ല കേട്ടോ. കാരണം പച്ചക്കറിക്ക് ഇവിടെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാവാറില്ല. പുറത്തുനിന്നാണ് മിക്കപ്പോഴും വാങ്ങാറുള്ളത്. കേട്ടോ വെള്ള സബോള. ക്യാബേജൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചോള ഇഷ്ടംമാതിരി ഉണ്ട്. ഞാൻ ഇതൊന്നും വാങ്ങാറില്ല ഇവിടുന്ന് മെയിനായിട്ട് മറ്റേ സ്റ്റേഷനറി എന്താ പറയാ. ആഹാ, ഇവിടെ ഇതിന് വേണ്ടി ഒരു സെക്ഷൻ തന്നെയുണ്ട്, വളരെ വിശാലമായ സെക്ഷൻ. അവിടെ ഇരിങ്ങാലക്കുടയിൽ ഇത്ര വലിയ സെക്ഷനില്ല, കുറച്ച് ചെറുതാണ്. എനിക്കൊരു ഷാമ്പും സോപ്പും പൊടിയും വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലേക്ക് കടന്നത്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ വേറൊരു ലോകമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ബാക്ക് സ്ക്രബ്ബർ, ഓക്കെ, ഇത് കപ്പിൾസിന് വേണ്ടിയല്ലേ. ഇവിടെ റിലയൻസിൻ്റെ പോലെയല്ല, ഇവിടെ ഈ വക സെക്ഷൻ വലിയൊരു ഫ്ലോർ തന്നെയുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു.
എന്ത് കണ്ടോ അമ്പമ്പോ എന്തൊക്കെ വാങ്ങാൻ പോട്ടോ. എനിക്കൊരു ഷാമ്പൂ ആൻഡ് ഒരു എന്താണ് ഒരു സോപ്പും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയേക്കണേ. അപ്പോൾ എന്തൊക്കെ വാങ്ങാമെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മിൻറ്റിൻ്റെ നല്ലതാണ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ചെറുത് യൂസ് ചെയ്തിട്ടുണ്ട്. വി ആർ സെലക്ടിങ് ഹെയർ കളർ ഫോർ മൈ മമ്മി. അത് ഫുള്ള് ബ്ലാക്ക് കളറുള്ളൂ. അമ്മയ്ക്ക് വല്ല ബർഗണ്ടി ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഇട്ട് കൊടുക്കാം. തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ പോരെ. ആൾ മൈലാഞ്ചൊക്കെ ഇട്ടിരിക്കാറുള്ളത്. അതിൻ്റെ എടുക്കണമായിരുന്നു. എത്ര ഉണ്ടാ കോട്ടൺ ബോൾസ് 50 ബോൾസ് ഉണ്ട്. ഇത് വേണ്ടടാ. പിന്നാണ് മനസ്സിലായ അല്ല, ഇത് ഇർക്കിൾ സ്ലൈഡ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈ ഇങ്ങനെ ഇട്ട് തിരിക്കുമ്പോൾ അത് പോകും. നെയിൽ പോളിഷൊക്കെ പോകും. തമിഴ് വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് മതി. ഈ അൺഡ്രാം റോളോൺ അടിപൊളി കേട്ടോ. റോസ് എസ്പെഷ്യലി നല്ലതാണ് കേട്ടോ. പാരുൻ്റെ സെക്ഷൻ. ബട്ട് ഇങ്ങോട്ടേക്ക് കടക്കേ ഇല്ല. അവൻ വരുമ്പോഴൊന്നും കിടക്കാറില്ല. എന്തപ്പത് ഇത് കൊള്ളാട്ടോ. ഇവിടത്തിന് വലിയ നിദാനമായ ഷോർ. ഈ ഒരു സാനിറ്ററി പാഡ് നല്ല അടിപൊളിയാട്ടോ. സോഫീൻ്റെ ഈ ഒരു സ്പെഷ്യൽ റേഞ്ച് കരിനീല കളറിലുള്ളത് നല്ലതായിരുന്നു. എനിക്ക് എവർട്ടീൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഡയലോഗുകളൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എൻ്റെ ഇത് വാങ്ങി ലോറിയൽ. അപ്പം അതല്ല മുടി കണ്ടില്ലേ നാശായാകെ. ലോറിയൽ ഞാൻ ഇതാണ് യൂസ് ചെയ്ത് തുറന്നത്. ലോറിയൽ ആൻറ്റി ഹെയർ ഫോൾ ഈ സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. യൂസ് ചെയ്തപ്പോൾ ഒക്കെ നല്ലതായിരുന്നു. നിർത്തിയപ്പോൾ മുടി കുഴിയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഡവായിരുന്നു ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മുടി അമ്മാതിരി കുഴിച്ചിൽ ഹെയർ ഫോൾ റെസ്ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പച്ച വേരിയൻ്റ് ഇല്ല. ഇത് ഇവിടെ എവിടെയാണ്ട് ഇരിക്കണ്ടല്ലോ. ഇതാ ഈ വേരിയൻ്റ്. ഇത് വാങ്ങിയതാണ്. അന്ന് തൊട്ട് തുടങ്ങിയ മുടി കുഴിച്ചിലാണ്. തലവേന എടുത്തു തുടങ്ങി. ഇതാണെങ്കിൽ തീരണമില്ല. ഇവനാണെങ്കിൽ എടുത്ത് കഴിക്കണമില്ല. ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങാണ്ട് എന്ത് ഷോപ്പിങ് അല്ല. മിഠായിക്ക് വേണ്ടി വേറൊരു ലോകം അല്ല. ലോകം എന്നൊക്കെ ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞത്, നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെയാണ് പോയിട്ടുള്ളത് കൂടുതൽ. അത് കാരണമാണ് അവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അതൊന്നും ഇങ്ങനെ അധികം ഇല്ല. മീൻസ് ഇത്ര വലിപ്പത്തിലില്ല. കിഷ്മി. ഓ ശരി, ഓക്കെ, അങ്ങനെ ആവട്ടെ. ഇത് നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. നമ്മൾ അരോമ ബാത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മേടിച്ചൊന്നുമില്ല കേട്ടോ. ചില സമയം നമ്മളുടെ ജീവിതം വളരെ ബോറിംഗ് ആയിരിക്കും. നമ്മൾ ഇതിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് തോന്നും ഫാമിലി ലൈഫ് കട്ട ബോറിങ്ങാണ്. പക്ഷെ അതൊക്കെ രസമല്ലേ. നമ്മൾ താഴത്തേക്ക് പോവാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് ചെയ്തിട്ട് വേഗം വീട്ടിൽ പോവാം അല്ലേ. ലിഫ്റ്റിലായ കാരണം ഭയങ്കര അഹങ്കാരത്തോടെ സംസാരിക്കണേ. ഇത് നാശമായി നോക്ക്. ഇതങ്ങനെ വളരെ പൊട്ടിച്ചപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോയിട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടാൻ പാടില്ല എന്നാണ് പാര് പറയണത്. എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പൊട്ടി പോവാൻ പാടില്ല എന്ന്. ഓക്കെ, നമ്മ ഒരു 2 മണിക്ക് കയറിയതാണല്ലേ. 2 മണിക്ക് കയറിയതാണ്. ഇപ്പോൾ ഒരു 4:30. എത്ര മണിയിടാ? 4:45. അപ്പോൾ ഇവിടെ ഭയങ്കര വിചാരിച്ചതിനെക്കാട്ടും വലിയ സ്ഥലമായിരുന്നു. ഒരു 3, 4, 5 ഫ്ലോർ ഉണ്ട്. അതിൽ തേർഡ് ഫ്ലോറാ കണ്ടാണ് ക്ലോത്തിങ്ങിൻ്റെ അവിടം വരെ എത്തിയതായിരുന്നു. അപ്പത്തേനും പിന്നെ സമയം കുറേന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കയറി നിറങ്ങി. എനിക്ക് ഇന്നലെ തൊട്ട് തന്നെ നന്നായി തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒന്നും കൂടെ കൂടി. പരിപാടി ഇനി എന്നിട്ട് പരിപാടി ഫുഡ് കഴിക്കാൻ പോകണ്ട. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. രാവിലെ ഞാൻ ഇന്നലെ വാങ്ങിയ കുഴിമന്തി ചൂടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ വീട്ടിലെല്ലാവരും അതൊക്കെ കഴിച്ചു. അമ്മ സർലസ് ഉണ്ടാക്കിയിട്ട് കുഴിമന്തിയുടെ കൂടെ ആ മയോണൈസ് വെറുതെ വേസ്റ്റായി, അപ്പോൾ അത് ഫുള്ളും കളഞ്ഞു. പിന്നെ മറ്റേ ചുവന്ന ചമ്മന്തിയിലടാ, അതാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടമായത്. തൊട്ടുപോലും അമ്മയല്ല, ഞാനും പാരും ഒന്നും അത് അങ്ങനെ അധികം കഴിക്കാറില്ല. പക്ഷേ അവരതൊക്കെ കൂട്ടി ചോറുണ്ടു, മീൻസ് മന്തി കഴിച്ചു. രാവിലത്തേക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് ആവിമ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് കഴിച്ചു. ഞാനും കഴിച്ചായിരുന്നു, കുറച്ച് തുണ്ട് കഴിച്ചായിരുന്നു. സർലസ് അമ്മ നല്ല അടിപൊളി സർലസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർലസിൻ്റെ കൂടെ മന്തി നല്ല അടിപൊളി കോംബോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിച്ചിട്ടാണ് വന്നത്. രാവിലെ ഒരു 10 മണി നേരത്തെ അങ്ങോട്ട് കഴിച്ചാൽ പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം 4 മണി 4:30 4:45 ആയി. അപ്പോൾ ആരും അവിടെ എന്തോ ഒരു സാധനം തപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടത്തെയും കൂടെ കുറച്ച് ക്ലിപ്സ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വിശപ്പ് അറ്റം മുട്ടി നിൽക്കണ നേരത്തായ കാരണം കൊണ്ട് വീഡിയോ എടുക്കാനും പിടിക്കാനൊന്നും അങ്ങനെ പറ്റാറില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഇത് പുഴക്കേപ്പാടം ശോഭ സിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബൺ തിയറി എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബൺ തിയറിയിലേക്കാണ് വന്നേക്കണം കേട്ടോ. ഉള്ളിലാണ് വേറെ സ്ഥലമുള്ളത്. ഇവിടെ ഔട്ട്ഡോർ ആയിട്ട് ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട് വന്നതാട്ടോ. ഓൾമോസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്ന മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ റീൽ കണ്ടിട്ട് വരാറുള്ളതാണ്. ചിലതൊക്കെ ഇഷ്ടമാവാറുണ്ട്, ചിലതൊന്നും ഇഷ്ടമാവാറില്ല. അപ്പം ഇതിപ്പോൾ പുറത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഉള്ളിൽ ഞങ്ങൾ ആദ്യം കയറി ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇരുട്ട്. അപ്പോൾ സംസാരിക്കുന്നതും പറയുന്നതൊന്നും കേൾക്കൂല. അത് കാരണം കൊണ്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം, അകത്ത് കാണാം എങ്ങനെ ഇരുട്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അകത്തെ ആംബിയൻസ് നല്ല അടിപൊളിയാണ്. നല്ല ഒരു എന്താ പറയുക, ആസ്തെറ്റിക് മൂഡ് അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് മൂഡ് അങ്ങനെയൊക്കെയാണ്. നല്ല കപ്പിൾസിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ AC തണുപ്പൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ അതിനുള്ളിൽ പോയത് അവിടെ നിറയെ കപ്പിൾസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഫുഡ് വരാൻ ഒരു 1/4 മണിക്കൂർ 25 മിനിറ്റ് അല്ലേ, 25 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഭാര്യയും കൂടെ കളിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഈ ഗെയിമിൻ്റെ പേരെന്താ? ഫുഡ് കഴിക്കാൻ വെച്ചെന്ന് പണ്ടാറടങ്ങി വന്നവർക്ക് ഗെയിം കളിക്കാൻ ചീട്ടും പിന്നെ അതുപോലെ ഈ സാധനവും എന്താ. ഞാൻ കുറേ നേരം പരിശ്രമിച്ചിട്ട് നടക്കാതെ എപ്പോഴാണ് ഞാൻ അവനിക്ക് കൊടുത്തത്. ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫെയിലാണ്. ഇവൻ ചെറുപ്പത്തിൽ ചെയ്ത് നല്ല എക്സ്പേർട്ടായിട്ടുണ്ട്. ഫുള്ള് ഇപ്പോൾ ചെയ്തു തീർക്കും. 5 മിനിറ്റ് കൊണ്ട് കഴിയുന്നതാണ്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും കഴിഞ്ഞു. സ്വാടുണ്ട്. വിൻ. ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇതെങ്ങനെ കളിക്കാന്ന് എനിക്ക് അറിയണില്ല. അപ്പം ഞാനൊക്കെ ഓക്കെ ഇങ്ങനെയാണോ കളിക്കുക? എന്തേ കറക്റ്റല്ലേ? ബീഫ് സ്റ്റീക്ക് വിത്ത് മഷ്റൂം സോസാണ് കേട്ടോ. ഇതാണ് സംഭവം വേണ്ടത്. എന്താവോ പിന്നെ വരും പറയും. കുറച്ച് നാൾ മുന്നേ ഇരിങ്ങാലക്കുട ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റീക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാനന്ന് വെജ് ഫ്രൈഡ് റൈസാണ് എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ചിലപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി പിച്ചെടുക്കുക ഇത്തിരി പാടായിരുന്നു, എന്നാലും മഷ്റൂം സോസൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേറൊരു ഡിഷും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ട ഒക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതും കഴിച്ച് 2 കഴിച്ചപ്പോഴത്തേനും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. വാഷിങ് കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. പിന്നെ അവിടുത്തെ ചേട്ടനായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:15 ഇപ്പോൾ ഇപ്പോഴാണ് ഫുഡ് കഴിച്ച് ഇറങ്ങിയത്. നമ്മൾ എന്താ പറയുക, സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് കയറിയതല്ല കേട്ടോ. നല്ല ഫുഡാവോ എന്നിങ്ങനെ ഇച്ചിരി സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വിശപ്പും ഉണ്ടായിരുന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. 2 സംഭവം ചെറുതായിട്ട് ഓർഡർ ചെയ്തുള്ളെങ്കിലും നല്ല ഫില്ലിംഗ് ആയിരുന്നു. വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു. പിന്നെ ഒരു കുക്കുംബർ മൊയ്റ്റോ, അതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. അതും അതെ നമ്മുടെ നെക്സ്റ്റ്
കുക്കുംബറിൻ്റെ എന്തായിരുന്നു കുക്കുംബർ മൊയ്റ്റോ, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 3 items ആണ് ഓർഡർ ചെയ്തത്. ഭയങ്കര പൈസയാണല്ലേ, ഭയങ്കര പൈസയാണ് അത്യാവശ്യം. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാത്തതും അതേപോലെ തന്നെ നമ്മൾ പൈസയും കൂടെ നോക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ ഒരു സംഭവം. അപ്പം അതും കൂടെ നോക്കി ഒരു എന്താ പറയുക, കഴിച്ചതിനെ കഴിക്കാതെ ഒരു റിപ്പീറ്റഡ് ആവാതെ നോക്കി മേടിച്ചതാണ്. എന്നാലും കുറച്ച് ഇതാണ് നമ്മുടെ ഫ്ലെയിം ഹൗസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ അനുസരിച്ചുള്ള എന്താ പറയുക എമൗണ്ട് വാങ്ങുന്നുണ്ട്. പിന്നെ നല്ല ആംബിയൻസ് ആണ്, കപ്പിൾസിന് വേണമെങ്കിൽ കപ്പിൾസിന് ഇരിക്കാം. അതേപോലെ തന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇച്ചിരി ചൂടാണ് കേട്ടോ, രാത്രിയൊക്കെ ആകുമ്പോൾ സെറ്റാവും തോന്നുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ദെൻ ഞാൻ വീട്ടിലേക്ക് പോവാണ്. 6 മണിക്കായപ്പോഴത്തേനും അമ്മ വിളിച്ചിട്ട് എന്താ ഇത്ര നേരം വൈകിട്ട് എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണിമംഗലത്തുള്ള ഈ ഹോസ്പിറ്റലും കൂടെ ഞങ്ങൾക്ക് കയറണമായിരുന്നു. ഇത് സിമാറിനാണോ സൈമറിനാണോ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ലേഡീസിന് വേണ്ടി മാത്രമുള്ളതാണ്. വെൽ സെറ്റപ്പാണ്. ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ജസ്റ്റ് റാൻഡംലി ഒന്ന് വീഡിയോ എടുത്തോന്നുള്ളൂ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഉണ്ണിയാണ് ഈ ഓടിക്കളിക്കണം. അവളെ ഒന്ന് ഡിസ്ചാർജ് ആക്കണമായിരുന്നു. അപ്പോൾ അവളെയും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് പറയാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തേണ്ടതായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രണ്ട്, അവൾ ഡിസ്ചാർജ് ആണ്, അപ്പോൾ അവളെയും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ അവളും കൊച്ചുണ്ടായിരുന്ന കാരണം കൊണ്ട് എന്താ പറയുക, അച്ഛൻ്റെ ചീത്ത കേട്ടില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ എനിക്ക് നേരെ വൈകിന് ചീത്ത കേട്ടേനായിരുന്നു. അപ്പോൾ അവൾ കാരണം കൊണ്ട് ചീത്തയിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. അതന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട്. അവിടെ കുറേ നേരം കിടന്ന് അലഞ്ഞിട്ടും രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ആ സമയത്താണ് ഫുഡ് കഴിച്ചത്. അത് കാരണം കൊണ്ടായിരിക്കും നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചില സമയങ്ങളിൽ എനിക്ക് പിന്നെ കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടെ കാരണം കൊണ്ടും എനിക്ക് തലവേദന നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒന്ന് തലയിൽ എണ്ണ തേക്കുക. രാവിലെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, തല കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് കുളിച്ച് നോക്കണം. ചിലപ്പം മാറുമെന്ന് വിചാരിക്കണം. കാരണം ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വേദന. അത് അത്ര നല്ലതല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു വ്ളോഗ്, പുറത്തേക്ക് പോയൊരു ചെറിയൊരു വ്ളോഗ്, അത്രയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.